സ്വകാര്യ ബാങ്ക് ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് തകർത്ത CR മഹേഷ് MLA. കൊല്ലം അഴീക്കലിൽ സ്വകാര്യ ബാങ്ക് ജപ്തി ചെയ്ത വീടാണ് MLAയുടെ നേതൃത്വത്തിൽ തുറന്നത്. വീട്ടിലെ താമസക്കാരായിരുന്നവരുടെ വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും പുറത്തെടുക്കാനാണ് പൂട്ട് തകർത്തത്. പ്രതികരണങ്ങളിലേക്കും ദൃശ്യങ്ങളിലേക്കും ആദ്യം. ഇപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് വീഡിയോ ഒക്കെ ചെയ്ത് അപ്പോഴായി മഹേഷ് സാറൊക്കെ വന്ന് അഡ്മിഷൻ ഞാൻ വിചാരിച്ചാൽ എനിക്കൊന്നും കിട്ടത്തില്ല എല്ലപ്പം പറഞ്ഞ് അഡ്മിഷൻ തന്നെ കൊടുത്ത സ്കൂളിൽ നിന്ന് അവിടെ പ്രിൻ്റ് കൊടുത്ത പേപ്പർ വെച്ചാൽ ഇപ്പോൾ എല്ലാം ചെയ്ത് എനിക്ക് നല്ല സന്തോഷമുണ്ട്. എല്ലാം കിട്ടി. ഇനി എനിക്ക് അഡ്മിഷന് ഇനി പഠിക്കാമല്ലോ മുന്നോട്ട്. ഒരുപാട് നന്ദിയുണ്ട്. ഇതുപോലെ കളഞ്ഞു ദിവസങ്ങളുള്ളത്. നേരത്തെ ഞാൻ ഓച്ചറയിൽ നടക്കാൻ പോകുന്ന സമയത്ത് ഒരു ഓച്ചറയിൽ സത്രത്തിൽ അഭയം പ്രാപിച്ചു എൻ്റെ കയ്യിൽ ഞാൻ കണ്ടതാണ്. പക്ഷെ പലപ്പോഴും ഇങ്ങനെയുള്ള കേസുകളിൽ ചെന്ന് പെട്ടാൽ അത് പൂർണ്ണതയിലെത്താൻ ലക്ഷക്കണക്കിന് രൂപ വേണം. ഞാനൊരു കേസ് ഏറ്റെടുത്ത് പകുതി വഴി നിൽക്കുകയാണ്. അപ്പോൾ അത് ഭയന്നുകൊണ്ട് സഹായിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വഴിമാറിപ്പോയതാണ്. പക്ഷേ വീണ്ടും ഇവിടെ നിന്ന് ആളുകൾ നിരന്തരമായി വിളിക്കുകയും ഈ കുഞ്ഞുങ്ങളുടെ വാർത്തകൾ ലോക്കൽ ചാനലിലൊക്കെ വിളിക്കുകയും ഇവിടെ MLA ഇല്ലേ, പഞ്ചായത്ത് പ്രസിഡന്റില്ലേ, മെമ്പർമാരില്ലേ, ആരെങ്കിലും സഹായിക്കാനില്ലേ എന്നൊക്കെ ജനങ്ങൾ ചോദിക്കുകയും ഇവരുടെ സങ്കടങ്ങൾ നിരന്തരം ആവർത്തിക്കപ്പെടുകയും കുഞ്ഞിന് അഡ്മിഷൻ എടുക്കേണ്ട സാഹചര്യം വന്നപ്പോഴാണ് ഇപ്പോൾ ഇവിടെ വന്ന് ഇത് തുറന്നു. നിങ്ങളെല്ലാം സാക്ഷിയാണ്. വേറെ ഒന്നും എടുത്തിട്ടില്ല. തുറന്ന് അവരുടെ സർട്ടിഫിക്കറ്റും തുണിയും എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് വീണ്ടും ഇവിടെ ലോക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ പേരിൽ ഇനി ഞാൻ വിചാരിച്ചിന് തൂക്കിക്കൊല്ലാൻ വിധിച്ചാലും ശരി അത് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഇതിൻ്റെ ഒരു വലിയ കുറ്റമാണെങ്കിൽ. കണ്ണനായർ വിവരങ്ങളുമായിട്ട് കാണാൻ നിയമത്തിന്റെ വഴിയിൽ ചിലപ്പോൾ നിയമലംഘനമായി കണക്കാക്കാം. ബാങ്കിന്റെ ഒരു നിയമത്തിന്റെ മേലുള്ള കടന്നുകയറ്റമായി. പക്ഷേ മാനുഷികമായ ഒരു പരിഗണന എന്ന നിലയ്ക്കാണ് ഇത് ഇടപെട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇവർക്ക് എങ്ങനെയാണ് ഇനിയൊരു വേറെ ഒരു താമസത്തിലുള്ള സൗകര്യം ഒക്കെ കാര്യങ്ങൾ എങ്ങനെയാണ്? അതിനുള്ള എന്തെങ്കിലും കൂടി വഴികൾ ഈ രാഷ്ട്രീയ തലത്തിലും അല്ലെങ്കിൽ MLAയുടെ ഭാഗത്ത് നമുക്കുണ്ടാകുമോ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് ഒരു 5 കുടുംബം, അത് 2 പെൺകുഞ്ഞുങ്ങൾ, അത് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി നല്ല മാർക്ക് നേടിയ അനന്യ, അതുപോലെ തന്നെ ആരാധ്യ എന്ന് പറയുന്ന 6ാം ക്ലാസ്സുകാരി, മറ്റ് ആദിത്യൻ എന്ന് പറയുന്ന 9 മാസം പ്രായമുള്ള കുഞ്ഞ്, ഒപ്പം തന്നെ അശ്വതി ആ വീട്ടമ്മ, അവരുടെ കണ്ണിൻ്റെ ഒരു കാഴ്ച നഷ്ടമായതാണ് അനിമോൻ, അവരുടെ ഭർത്താവ്. ഈ 5 പേരും ചിലപ്പോൾ ഒരു ആത്മഹത്യയിലേക്ക് എത്തപ്പെടേണ്ട ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ MLAയുടെ നടപടി മൂലം അവർക്കൊരു ആശ്വാസം ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. കാര്യം ഈ കുഞ്ഞുങ്ങളുടെ പഠനം സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് മൂലവും വസ്ത്രമില്ലാത്തത് മൂലവും മുടങ്ങുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അവർ നിരന്തരം കരഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്താലോ എന്ന് പോലും ആലോചിച്ചു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഉള്ള വിഷയമുണ്ടായ സമയത്താണ് കരുനാഗപ്പള്ളി MLA ആയിട്ടുള്ള CR മഹേഷ് കാര്യത്തിൽ ഇടപെടുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി അദ്ദേഹം ആ വീട്ടിലേക്ക് എത്തിയ കുടുംബവും ഉണ്ടായിരുന്നു. അപ്പോൾ ചോളമണ്ഡലം ഫിനാൻസിയേഴ്സ് സ്ഥാപിച്ചിരുന്ന ഒരു പൂട്ടുണ്ടായിരുന്നു. ആ പൂട്ട് MLA തന്നെയാണ് തകർത്തത്. അതിനുശേഷം ഈ കുടുംബത്തിലെ അംഗങ്ങളെ അകത്തേക്ക് കയറ്റി അവർക്ക് വേണ്ടപ്പെട്ട കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റുകളും ആശുപത്രി രേഖകളും, ഒരു കണ്ണിൻ്റെ കാഴ്ചയില്ലാത്ത അശ്വതിയുടെ ആശുപത്രി രേഖ അടക്കം ഈ വീട്ടിനുള്ളിലായിരുന്നു. പക്ഷേ അവയൊന്നും പുറത്ത് എടുക്കാൻ വേണ്ടിയുള്ള ഒരു നടപടി അല്ലെങ്കിൽ അതിനൊരു സഹായം ചെയ്യാൻ ഈ ബാങ്ക് അധികൃതർ കാണിച്ചില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി. പിന്നീട് ഈ സർട്ടിഫിക്കറ്റുകളും വസ്ത്രങ്ങളും എടുത്തു. അതിനുശേഷം MLA തന്നെയാണ് ഈ വീട് പൂട്ടിയത്. പൂട്ടിയ ശേഷം തിരിച്ച് ഗേറ്റും അതിന് സമാനമായ രീതിയിൽ പൂട്ടി. പിന്നീട് അദ്ദേഹം പറഞ്ഞത് താൻ ചെയ്തത് വലിയ കുറ്റമാണെങ്കിൽ, തൂക്കിക്കൊല്ലാൻ ഉതകുന്ന കുറ്റമാണെങ്കിൽ അതും താൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഒരു കുടുംബത്തിൻ്റെ നിസ്സഹായാവസ്ഥയാണ്, വല്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് താൻ ഈ കുടുംബത്തിനൊപ്പം നിൽക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 18 ലക്ഷം രൂപയാണ് ചോളമണ്ഡലം ഫിനാൻസിയേഴ്സിൽ നിന്ന് ഇവർ വായ്പയായി എടുത്തത്. അതിൽ 6 ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചു എന്നാണ് ആ കുടുംബം പറയുന്നത്. പിന്നീടാണ് അശ്വതിക്ക് ഒരു കണ്ണിൻ്റെ കാഴ്ച പോവുകയും രണ്ടാമത്തെ കണ്ണിൻ്റെ കാഴ്ച മങ്ങുകയും ചെയ്തത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് പുറത്തുള്ള ആശുപത്രികളിലടക്കം ചികിത്സ നടത്തുകയായിരുന്നു. അങ്ങനെ ചികിത്സ നടത്തിയത് മൂലം ചില മാസങ്ങളിൽ ഈ വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കാതെ വന്നു. ഒട്ടേറെ മുടക്കം വന്നു. പിന്നീട് കോടതിയിൽ കേസായി. കോടതിയുടെ നടപടി ക്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീട് അടച്ചുപൂട്ടിയത്, ബാങ്ക് അധികാരികൾ അടച്ചുപൂട്ടിയത്. പക്ഷേ ആ സമയത്ത് ഈ കുടുംബം അവിടെ ഉണ്ടായിരുന്നില്ല. കുടുംബം ഉള്ള സമയത്ത് അത് പൂട്ടുകയായിരുന്നെങ്കിൽ അവർക്ക് പ്രധാനപ്പെട്ട രേഖകളെങ്കിലും എടുക്കാൻ സാധിക്കുമായിരുന്നു. അതുപോലും എടുക്കാതെ ആധാർ കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ എടുക്കാൻ സാധിക്കാതെയാണ് കുടുംബം അവിടെ നിന്ന് ഇറങ്ങിയത്. ആരോരുമില്ലാത്തവർക്ക് ആശ്രയമാണ് ഓച്ചിറ അമ്പലം എന്ന് പറയാറുണ്ട്. അങ്ങനെ ഓച്ചിറ അമ്പലത്തിലാണ് അവർ അഭയം തേടിയത്. അവിടെ ആ സത്രത്തിൽ കഴിയുകയായിരുന്നു. പലപ്പോഴും ഇവരുടെ ദുരിതം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. സ്കൂൾ തുറക്കുന്ന സമയത്തെങ്കിലും ഈ രേഖകളൊക്കെ വേണ്ടതാണ്. വളരെ സങ്കടകരമായ അവസ്ഥയിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്. MLAയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു ഇടപെടലുണ്ടായി. അദ്ദേഹവും നേരത്തെ പ്രതികരണത്തിൽ അദ്ദേഹം സൂചിപ്പിക്കുന്ന കാര്യം, ഇതുപോലെ മറ്റൊരു കേസ് താൻ ഏറ്റെടുത്തതാണ്, പാതി വഴിയിൽ നിൽക്കുകയാണ്. പലപ്പോഴും ഈ ജപ്തി
വിഷയങ്ങളിലൊക്കെ ഇടപെട്ടാൽ വലിയ ലക്ഷങ്ങൾ അത് ബാധ്യത തീർത്താൽ മാത്രമാണ് അടുത്തൊരു ഘട്ടത്തിലേക്ക് പോകാൻ കഴിയും. അത് പക്ഷേ ഒരു MLA-ക്ക് തന്നെ സാധ്യമാകുന്ന കാര്യവുമല്ല. പക്ഷേ അദ്ദേഹത്തിനാകുന്ന നിലയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നുവെന്നാണ് ആ കുട്ടികൾക്ക് സുരക്ഷിതമായ ഒരു സാഹചര്യം അധികം വൈകാതെ ഒരുങ്ങട്ടെ എന്ന് പ്രതീക്ഷിക്കാം.